പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ സ്വാഗതം ചെയ്ത ബീഹാറിലെ ബിജെപിയുടെ സഖ്യകക്ഷി ജെഡിയു ഏറെ കാത്തിരുന്ന രാഷ്ട്രീയ തീരുമാനമാണിതെന്ന് ജെഡിയു വൈസ് പ്രസിഡന്റ് പ്രശാന്ത് കിഷോർ പറഞ്ഞു. ജനതാദളിൽ ചേരുന്നതിന് മുൻപ് പ്രിയങ്ക ഗാന്ധിയുമായി ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ. ഒടുവിൽ രാജ്യം ഏറെ പ്രതീക്ഷിച്ചിരുന്ന ആ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടായി. എല്ലാവരും അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ സമയത്തെയും അവരുടെ പദവിയെയും കുറിച്ച് സംസാരിക്കുന്നുണ്ടാകും. എന്നാൽ തനിക്ക് അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നതാണ് വാർത്ത. അഭിനന്ദനങ്ങൾ പ്രശാന്ത് ട്വിറ്ററിൽ കുറിച്ചു. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. പാർട്ടി എന്നാൽ ചിലർക്ക് കുടുംബം മാത്രമാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. പ്രിയങ്ക ഗാന്ധിയെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയോട് ഉപമിച്ചായിരുന്നു നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയുടെ പ്രതികരണം. പ്രിയങ്ക വിജയിക്കുമെന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നാണ് ഫറൂഖ് അബ്ദുള്ള വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി നിയമിച്ചതിൽ അത്ഭുതപ്പെടാനില്ലെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കി. അവർക്ക് കിഴക്കൻ യുപിയുടെ മാത്രം ചുമതല നൽകിയത് എന്തിനാണെന്ന് വ്യക്തമല്ല. കൂടുതൽ ഭാരിച്ച ഉത്തരവാദിത്തം അവർക്ക് നൽകേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എഐസിസിയുടെ ജനറൽ സെക്രട്ടറിയായാണ് പ്രിയങ്കയെ നിയമിച്ചിരിക്കുന്നത്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് പ്രിയങ്കയ്ക്ക് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂരും ഉൾപ്പെടുന്ന കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പ്രിയങ്കയെ നിയോഗിക്കുന്നതിലൂടെ കിഴക്കൻ ഉത്തർപ്രദേശിൽ മാത്രമല്ല ഫലമുണ്ടാകുകയെന്നും മറ്റെല്ലാ പ്രദേശങ്ങളിലും പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ.